മണ്ണിൽ സ്വർണവും വിണ്ണിൽ സ്വപ്നവുമായി ഗീത. നിറമുള്ള സ്വപ്നങ്ങൾ ഇഴചേർത്തെടുക്കുന്ന ഒരു കൗമാരക്കാരിയുടെ കാഴ്ചകൾക്ക് മങ്ങലേൽക്കുക. വെറും 14-ാം വയസ്സിൽ വർണ്ണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിന്റെ കയങ്ങളിലേക്ക് കാലം തള്ളിവിടുക. സ്വർണ്ണപ്പണിക്കാരനായ അച്ഛന്റെ തുച്ഛമായ വരുമാനത്തിൽ, വെറും ഗ്രാമീണ പശ്ചാത്തലത്തിൽ അന്ധതയുടെ പടവുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കൗമാരക്കാരി. നാടിനും വീടിനും വേദനയാകാൻ ഇതിൽ പരം ഒന്നും വേണ്ട. എന്നാൽ ഒറ്റപ്പാലം പനവണ്ണ മണിയൻതോട്ടിൽ സ്വർണ്ണപ്പണിക്കാരനായ ഉണ്ണികൃഷ്ണന്റെ മകൾ ഗീത ഇതിലൊന്നും തളർന്നില്ല. അവൾ പഠിച്ചു മിടുക്കിയായി. നഗരത്തിലെത്തി BA-കാരിയായി. ജീവിതത്തിന് തണലായി, തുണയായി സലീഷും, താളമായി, ഈണമായി ഗസലും ഗേയയും എത്തി. കുടുംബജീവിതത്തിന്റെ തന്ത്രികൾക്ക് കൂടുതൽ ഈണം പകരാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ ഗീതയും സലീഷും സ്വന്തമായി ഒരു ജൈവ ഭക്ഷണശാലയ്ക്ക് തൃശ്ശൂരിൽ തുടക്കമിട്ടു. ഭക്ഷണം പാകം ചെയ്യലൊക്കെ ഗീതയും സലീഷും കൂടിയാണ്. എന്നാൽ കോവിഡ് മഹാമാരി ഈ സ്വപ്നങ്ങളിലും കരിനിഴൽ വീഴ്ത്തി. അപ്പോഴാണ് മഞ്ഞൾ കൃഷിയിൽ ഒരു കൈ നോക്കാൻ ഗീത തീരുമാനിച്ചത്. കോഴിക്കോട് IISRന്റെ ഉപദേശ നിർദ്ദേശങ്ങളോടെ കുർക്കുമിൻ അംശം ഏറ്റവും കൂടുതലുള്ള പ്രതിഭ ഇനം മഞ്ഞൾ കൃഷി ഇവർ ഏറ്റെടുത്തു. അടുത്ത സീസണിൽ പരിചയക്കാർക്ക് വിത്തുമഞ്ഞൾ നൽകി അവരെയും കൃഷിയിൽ ഇറക്കി. ഇന്ന് 4 ജില്ലകളിലായി 315 കർഷകരെ അണിചേർത്ത് 54 ഏക്കറിൽ മഞ്ഞൾ കൃഷി ഗീതം രചിക്കുകയാണിവർ. നമ്മൾ ഈ മഞ്ഞളിൻ്റെ പ്രോഡക്റ്റ് കഴിക്കുന്നതാണ്. എല്ലാ വർഷവും ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് തുടങ്ങിയത് ഒരു 2011-ലാണ്. അപ്പോൾ തൃശ്ശൂരിൽ ആദ്യത്തെ ഓർഗാനിക് റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ ഹസ്ബൻഡും കൂടിയിട്ട് 10-20 പേര് നമുക്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തിരുന്നത് നമ്മൾ ഇപ്പോൾ വീറ്റ് ഗ്രാസിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ അട, ചുട്ടട. അന്നത്തെ കാലത്ത് ബ്രാൻഡ് ചെയ്ത് ഞങ്ങളാണ് ആദ്യമായിട്ട് 11 വർഷം മുന്നേ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു സംരംഭം എന്നുള്ള രീതിയിൽ വന്നത്. പിന്നീട് ആ ബിൽഡിങ് പൊളിക്കുന്നതിനെ തുടർന്നിട്ട് പിന്നെ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആ ഒരു വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുപോകുമ്പോഴാണല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പറയണത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ആ ഒരു ബിസിനസ്, നമ്മളൊരു സംരംഭം പെട്ടെന്ന് നിർത്തുമ്പോൾ ലോസാണ് അത്. അതൊക്കെ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഞങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളത് ചെയ്തിരുന്നത്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ലോസായിരുന്നു. അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് മെഡിക്കൽ ഫീൽഡാണ്, മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ആൾ, തൃശ്ശൂർ തന്നെ. പിന്നെ ഞാൻ പിന്നെ ജോലിക്കൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് പിന്നെ ഈ കാഴ്ചയുടെ പ്രശ്നം കാരണം കൊണ്ട് ജോലിയുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അങ്ങനെ ശരിക്കും ഓരോ ഭാഗത്ത് പോയി ചോദിക്കുമ്പോൾ ജോലി കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണാത്തതിൻ്റെ 2 പ്രശ്നം കാരണം കൊണ്ട് ജോലി തരാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരിക്കലും വെറുതെ ഇരിക്കുക എന്നുള്ളതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നീ എന്താ വെച്ചാൽ ചെയ്തോ, നിനക്ക് താല്പര്യമുള്ള ഏത് ഫീൽഡാണെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ടർമറിക്ക് ചെയ്യാൻ ഒരുപാട് പ്ലാനുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിനൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി നല്ലത് ടർമറിക്കാണ്. 2 കാര്യമാണ് സംരംഭത്തിന് ഞങ്ങൾ വിചാരിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ 2 കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാതെ കൊണ്ടൊരു ബിസിനസ് ചെയ്യുമ്പോഴാണ്, സംരംഭം ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ പല തടസ്സങ്ങളും വരുമ്പോൾ നമുക്കത് നമ്മളെ തളർത്തുന്ന ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പലതും ചെയ്യാൻ പറ്റിയിരിക്കും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഇതിൽ 150 പേർ വീട്ടമ്മമാരാണ്. വെറും 10 സെന്റ് മാത്രം ഭൂമിയുള്ള, കൃഷിയിൽ മുൻപരിചയമൊന്നുമില്ലാത്ത വീട്ടമ്മമാരുൾപ്പെടെയുള്ളവരെ ഇന്ന് വ്യത്യസ്തമായ മഞ്ഞൾ മൂല്യവർദ്ധന സംരംഭങ്ങളിലേക്ക് വഴിതെളിച്ചുവിട്ടിരിക്കുകയാണ് ഈ 39-കാരി.
കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന മറ്റ് ലാൻഡുകളിലും ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യാറില്ല. ഓൺലി നമ്മൾ വീടുകൾ ബേസ് ചെയ്യുന്നതാണ്. അപ്പോൾ 20 സെൻറ്റ് 30 സെൻറ്റ് 50 സെൻറ്റ് ഒക്കെ ഈ സ്ഥലമുള്ള ആളുകളാണ് നമ്മൾ കൃഷിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അവരുടെ ലാൻഡ്, അവരുടെ വീടുമായി ബന്ധപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണ്ണിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ മണ്ണിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഏകദേശം 315ഓളം കർഷകരാണ് ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഈ നല്ല മഞ്ഞൾ ആവശ്യമുള്ള ആൾക്കാർ എല്ലാവരും മഞ്ഞൾ ആവശ്യപ്പെടുന്നുണ്ട്. നല്ല മഞ്ഞൾ വേണമെന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് കിട്ടുക, ആര് തരുന്ന മഞ്ഞളാണ് നല്ല മഞ്ഞൾ, അല്ലെങ്കിൽ അതിനകത്ത് കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഗീതാസ് ഹോം ട്യൂബിന് തരാൻ പറ്റുന്ന ഏക ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന മഞ്ഞൾ, ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മഞ്ഞൾ 100% വിഷരഹിതമാണ്. അത് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അത് കൃഷി ചെയ്യുന്നതിന് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് കൃഷി ചെയ്യുന്നത്. അത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി കളക്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുന്നതിന് വെൽ ക്ലീനായിട്ട് ടർമറിക് പ്രോസസ്സ് ചെയ്ത് അതിനെ ബോയിൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെ കൃത്യമായിട്ട് ഉണക്കി ഡബിൾ പോളിഷ് ചെയ്ത് അത് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുക്കുമ്പോൾ തന്നെ അത് മഞ്ഞൾ മാത്രം പൊടിക്കുന്ന മെഷീനിലാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ അത് മുഖത്ത് അപ്ലൈ ചെയ്യാനാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും അങ്ങനെ യാതൊരു ഹാംഫുൾ അല്ല. അപ്പോൾ ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മൾ ഈ മഞ്ഞളിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ മഞ്ഞൾ ഉപയോഗിച്ച് മാത്രം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ മഞ്ഞൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കമ്പനിയുടെ വിഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾ കൊണ്ട് മാത്രം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു രീതി. ഗീതാസ് ഹോം ടു ഹോം കമ്പനി എന്ന പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലൊട്ടാകെ 10,000 കുടുംബങ്ങളിലേക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നു. 15 പേർക്ക് പ്രത്യക്ഷമായും 315 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്നു. പ്രതിഭ എന്ന മഞ്ഞളിനത്തിലൂടെ സമൂഹത്തിനാകെ പ്രത്യാശയുടെ പൊൻവെളിച്ചമാണ് ഗീത പകർന്നു നൽകിയിരിക്കുന്നത്. മഞ്ഞൾ അധിഷ്ഠിത പോഷക ഭക്ഷണമായ കുർക്കുമേൽ, ഫസ്റ്റ് ഡ്രിങ്ക് മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനായി സ്വന്തമായി കൃഷിസ്ഥലം ഏറ്റെടുത്തും മറ്റ് കർഷകർക്ക് പ്രതിഭാ വിത്ത് നൽകിയും കൃഷി ചെയ്യുന്നു. പത്തനംതിട്ട, കൊല്ലം, തൃശൂർ, പാലക്കാട് എന്നീ 4 ജില്ലകളിലാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. കൃഷിക്ക് മുന്നോടിയായി സലീഷിന്റെയും ഗീതയുടെയും നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മകൾ വിളിച്ചു ചേർക്കുന്നു. അവർക്ക് മഞ്ഞൾ കൃഷിയുടെ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. കിലോയ്ക്ക് 75 രൂപ നിരക്കിലാണ് ഇവർ മഞ്ഞൾ വിത്ത് നൽകുന്നത്. തിരികെ മുൻകൂട്ടി നിശ്ചയിച്ച നിരക്കായ കിലോയ്ക്ക് 20-25 രൂപ നിരക്കിൽ എടുക്കാം എന്ന വ്യവസ്ഥയിൽ. ഇത് നമ്മുടെ പ്രതിഭ മഞ്ഞളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ വിത്ത് നമ്മൾ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിംഗറാണ്. ഇതിൻ്റെ മദർ റൈസം എന്ന് പറയുന്നത് ഇതിപ്പോൾ ചെറുതാണ്. ഇതിൻ്റെ ഏറ്റവും ചെറിയ മദർ റൈസമാണിത്. ഇതിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ഇതിപ്പോൾ അതിൻ്റെ ചെറുതാണത്. പിന്നെ ഇതിൻ്റെ വിത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫിംഗറാണ്. ഈ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഫിംഗർ എടുത്തിട്ട് നമുക്ക് ഒരു 20-25 ഗ്രാമാണ് നമുക്ക് ഒരു കുഴിയിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഫിംഗർ. ഇങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിപ്പോൾ വാഷ് ചെയ്തിട്ട് നമ്മൾ ട്രൈക്കോഡർമയിൽ മുക്കിയിട്ടുള്ള ഇന്ന് തണലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള വിത്തുകളാണിപ്പോൾ ഇത്. പ്രതിഭ ഇനം തന്നെ വേണം എന്നുള്ളതിനാൽ കമ്പനി വിതരണം ചെയ്യുന്ന നടീൽ വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും ജൈവ കൃഷിയാകണമെന്നും നിർബന്ധമുണ്ട്. വിത്തിടയിൽ മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് കൃത്യമായ സമയപട്ടിക നൽകിയിട്ടുണ്ട്. ഒപ്പം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതിന് പുറമെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മോഹൻ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ്റെ ഇതിൽ എനിക്ക് ഇവിടെ വന്ന് ഞങ്ങൾ പറിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പറിക്കാൻ പറ്റും. മറ്റേത് ഭയങ്കര ഹാർഡായിരിക്കും മണ്ണ്. ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണ് ഇളക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ വിത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെടി ഒന്ന് ഇനിയിപ്പോൾ ചെറിയൊരു വില ഉണ്ടെങ്കിൽ ഒരു വെള്ളം നമ്മൾ തളിക്കാൻ ഉണ്ടല്ലോ എല്ലാം പിഴുതിങ്ങി എടുക്കാം, കിളക്കണ്ട.
അപ്പൊ മണ്ണ് കൈകൊണ്ടാക്കുമ്പോ തന്നെ അത് പോരുന്നുണ്ട്. ഇനിയിപ്പോ ചിലയിടത്ത് എങ്ങാനും ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഒരു 4 സൈഡ് ഒന്ന് വെറുതെ ആക്കി നനച്ചു കൊടുത്താൽ മതി, എല്ലാം പിഴുതെടുക്കാം. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്നൊരു വേണമെങ്കിൽ ഒന്ന് കത്തിയാണ്ടൊന്ന് കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് മുകളിലേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കടയിട്ട് കിട്ടുന്നുണ്ട്, നന്നായിട്ട് കൂടുതൽ ഈൽഡ് കിട്ടുന്നുണ്ട്. നല്ല കനമുണ്ട്. അതെ. ട്രൈക്കോഡെർമ പരിചരണം നടത്തിയ ശേഷമാണ് വിത്തുമഞ്ഞൾ തയ്യാറാക്കുന്നത്. നിരനിരയായി എടുത്ത വാരങ്ങളിലാണ് മഞ്ഞൾ വിത്ത് നടുന്നത്. വിത്തിടൽ, വാരമെടുക്കൽ, കളപറിക്കൽ, ജൈവവളം ചേർക്കൽ, വിളവെടുപ്പ് തുടങ്ങി എല്ലാ ഘട്ടത്തിലും കർഷകർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകുന്നു. വിളവെടുത്ത മഞ്ഞൾ ആവിയിൽ പുഴുങ്ങി ഉണക്കി പോളിഷ് ചെയ്ത് പൊടിച്ചെടുത്ത ശേഷമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നത്. ഇതിനായി വീടിനോടനുബന്ധിച്ച് ഒരു സംസ്കരണ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞൾ കുറുക്കിന്റെ ജനപ്രിയ രൂപമാണ് ഗീതാസ് ഹോം ടു ഹോം കുർക്കുമേൽ. മഞ്ഞളിന്റെ കുത്തലില്ലാതെ കൊച്ചുകുട്ടികൾ പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നമാണ് ഇതെന്നാണ് ഗീതയുടെ അഭിപ്രായം. പ്രതിഭ മഞ്ഞളും അതുപോലെ തന്നെ ടർമറിക്ക് ആഡ് ചെയ്തിട്ട് ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ സ്പ്രെഡ് പോലെ ഉള്ള കുക്ക്ഡ് ഫോം, അതാണ് കുർക്കുമീൽ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഡേറ്റ്സ്, ആൽമണ്ട്, അത് കോക്കനട്ട് മിൽക്ക്, ടർമറിക്കും അതിൻ്റെ എല്ലാം കൂടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഷെയ്ക്ക് അടിക്കാം, ഹോട്ട് മിൽക്കിൽ ആഡ് ചെയ്ത് കഴിക്കാം, പിന്നെ അതുപോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം, ചപ്പാത്തി, അങ്ങനെയൊക്കെ എല്ലാറ്റിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ടീ, കോഫി, മിൽക്കിൻ്റെ കഴിക്കുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. മഞ്ഞൾപ്പൊടിയിൽ ഈത്തപ്പഴം, ആൽമണ്ട്, തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് കുർക്കുമീൽ തയ്യാറാക്കുന്നത്. ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്കും ജാം പോലെ റൊട്ടിയിൽ പുരട്ടിയും പാലിൽ കലക്കിയും ഇത് നൽകാം. മുതിർന്നവർക്ക് ഷേക്കായും മറ്റു രൂപത്തിലും ഇത് കഴിക്കാം. 200 ഗ്രാം കുർക്കുമീലിന് 390 രൂപയാണ് വില. കുർക്കുമീൽ ഗീതയുടെ ഒരു പ്രോഡക്റ്റാണ്. ഞാനതിൻ്റെ ഒരു ഉപഭോക്താവും കൂടിയാണ്. സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. മഞ്ഞളും ഈത്തപ്പഴവും ചേർത്തുണ്ടാക്കുന്നതാണിത്. ഇതിന് കൂടുതൽ മധുരം എന്ന് പറയുന്നത് ഗീതയുടെ സലീഷും രണ്ടുപേരും എൻ്റെ കുട്ടികളാണ്. അതാണ് അതിൻ്റെ മധുരത്തിന് കൂടുതൽ. പിന്നെ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കൊറോണ തുടങ്ങിയ ആ കാലം മുതൽ കഴിക്കുന്നതാണ്. വളരെ ഇമ്മ്യൂണിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഞാനിതിനെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ട് എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും യൂസ് ചെയ്യുക. നല്ല ഫുഡായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഒരു ഭക്ഷണത്തിന് തന്നെയായിട്ട് എടുക്കാവുന്നതാണ്. മഞ്ഞളിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. മഞ്ഞൾ ശരിക്കും പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത്രയും നല്ലതാണ്. ഒരു ആൻറ്റിബയോട്ടിക് മാതിരിയാണ് മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞളിൻ്റെ ഗുണവും ഈത്തപ്പഴത്തിൻ്റെ ഗുണവും പിന്നെ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മൂന്നും കൂടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അനുഭവവും അതുതന്നെയാണ്. ഫസ്റ്റ് ഡ്രിങ്ക് എന്ന പേരിൽ പൊടി രൂപത്തിലുള്ള പോഷക മിശ്രിതമാണ് മറ്റൊരു ഉൽപ്പന്നം. മഞ്ഞളിനൊപ്പം കറുവപ്പട്ട, കുരുമുളക് സത്ത്, സ്റ്റീവിയ എന്നിവ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. IISR ലൈസൻസുള്ള കർഷകരിൽ നിന്നാണ് കറുവപ്പട്ട ശേഖരിക്കുന്നത്. ഒരു ഡയറ്റ് ഡ്രിങ്കായും ആരോഗ്യ പാനീയമായുമൊക്കെ ഈ പോഷക മിശ്രിതം രൂപാന്തരപ്പെടുത്താം. 110 ഗ്രാമിന് 345 രൂപയാണ് വില. ഇതുകൂടാതെ ജൈവ മഞ്ഞൾപ്പൊടിയും വിപണിയിലെത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വിപണനമായിരുന്നു. ആദ്യത്തെ 2000 ഉപഭോക്താക്കളോട് അഭിപ്രായം ആരാഞ്ഞ ശേഷം വിപണിയിൽ സജീവമാകാനായിരുന്നു തീരുമാനം. എന്നാൽ 2 വർഷത്തിനിടെ 6000 പേർ
കുർക്കുമീൽ വാങ്ങുകയും അവരിൽ 60% പേർ വീണ്ടും ഓർഡർ നൽകുകയും ചെയ്തതോടെ ആത്മവിശ്വാസമായി. ഇന്ന് രാജ്യത്തൊട്ടാകെ 10,000 ഉപഭോക്താക്കൾ സ്ഥിരമായി ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. ബിസിനസ് വളർന്നതോടെ വിപുലമായ ഉൽപ്പാദന വിപണന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഈ ഉൽപ്പന്നങ്ങൾ പ്രധാന നഗരങ്ങളിലെ വിപണികളിലും ലഭ്യമാണ്. അന്ധത എന്ന പരിമിതിയെ അതിജീവിച്ച് പ്രതിഭ എന്ന മഞ്ഞൾ ഇനത്തിന്റെ തണലിൽ മികച്ച സംരംഭകയായി വളർന്ന് സമൂഹത്തിന് പ്രത്യാശയുടെ പുതുവെളിച്ചം പകർന്ന ഗീതയുടെ പാഠം നമുക്കും മാതൃകയാക്കാം. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് www.geethashometohome.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9946526262 എന്ന നമ്പറിൽ വിളിക്കാം.